ഇന്ന് നമ്മളെ പ്ലം ട്രീ ഒന്ന് പ്രൂൺ ചെയ്യാന്നോർത്ത് വന്നതാണ്. പ്ലം ട്രീ നമ്മൾ പ്രൂൺ ചെയ്തിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ പ്രൂൺ ചെയ്യണം. നമ്മൾ വിൻ്ററിലേക്ക് വെച്ച് വെക്കരുത്. വിൻ്ററിൽ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലം ട്രീക്ക് ഒത്തിരി ഫംഗൽ ബാധകളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പ്രൂൺ ചെയ്യേണ്ടത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ പ്രൂണിങ്ങിന് വേണ്ടി ബേസിക്കായിട്ട് അറിയേണ്ട 3 കാര്യങ്ങളാണ്. നമ്മൾ ആദ്യമായിട്ടൊരു ട്രീ മേടിച്ച് വെച്ച് അത് പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളൊരു പ്രൂൺ ചെയ്യാണ്ട് ഒരു ട്രീ, ഒരു വലിയ ട്രീ നിങ്ങൾ വാങ്ങിച്ചു, അത് നിങ്ങൾ വെച്ച് കഴിഞ്ഞ് എങ്ങനെയാണ് പ്രൂൺ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കുഴിച്ച് വെക്കുക. കുഴിച്ച് വെച്ച ശേഷം നമ്മൾ അതിൻ്റെ ചോട്ടിലേക്ക് നമ്മുടെ ഈ നീ കൊണ്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ആ നീയുടെ ഹൈറ്റിനനുസരിച്ച് അതേ ലെവലിൽ അതിൻ്റെ തല വെട്ടിക്കളയുക. അങ്ങനെ തല വെട്ടിക്കളയുമ്പോഴത്തേന് ഈ പ്ലമ്മിന് ഒരു 4-5 ബ്രാഞ്ചുകൾ, സ്കഫോൾഡിങ് ബ്രാഞ്ച് എന്ന് പറയുന്ന ബ്രാഞ്ച് ഉണ്ടാകും. ആ ബ്രാഞ്ചിലാണ് നമ്മൾ ഇതുപോലെ പ്ലമ്മിനെ ട്രെയിൻ ചെയ്യുന്നത്. അതാണ് ആദ്യമായിട്ട് നമ്മൾ പ്രൂൺ ചെയ്യാൻ പോവുകയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം. ഇനി നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് ട്രീ ആണെന്നുണ്ടെങ്കിൽ, ഇതുപോലെ നമ്മൾ അത്യാവശ്യം പ്രൂൺ ചെയ്ത് 1-2 വർഷം കഴിഞ്ഞ ട്രീ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വർഷാവർഷം ചെയ്യേണ്ട പ്രൂണിങ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനകത്ത് ബേസിക്കായിട്ട് നമ്മൾ നോക്കേണ്ടത് 3D, അതായത് 3Ds ആണ് ഇവർ പ്രൂണിങ്ങിന് വേണ്ടി പറയുമ്പോഴത്തേനും പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ 3D എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇതിനേതെങ്കിലും ഡെഡ് ആയിട്ടുള്ള, അതായത് കംപ്ലീറ്റ്ലി ഉണങ്ങിപ്പോയ കമ്പുകളുണ്ട്, അതാണ് ഡെഡ് വുഡ്. പിന്നെ ഡിസീസ്ഡ് ആയിട്ടുള്ള വുഡുകളുണ്ടോ, അതായത് എന്തെങ്കിലും കേടുള്ള വുഡുകളുണ്ടോ. ഇനി മൂന്നാമത്തത് ഡാമേജ്ഡ് ആയിട്ടുള്ള, അത് കാറ്റൊക്കെ വന്നിട്ട് ഒടിഞ്ഞു പോകാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ഒടിഞ്ഞു പോയ കമ്പുകളുണ്ടോ. ഈ 3Dകൾ ആദ്യം തന്നെ ക്ലിയർ ചെയ്യണം. അങ്ങനെ നമ്മൾ ഡെഡ് ആയിട്ടുള്ള ആദ്യം കട്ട് ചെയ്യണം, ഡാമേജ്ഡ് ആയിട്ടുള്ള കട്ട് ചെയ്യണം, ഡിസീസ്ഡ് ആയിട്ടുള്ളത് കട്ട് ചെയ്യണം. ഇത് 3ഉം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ പ്രൂണിങ് തുടങ്ങാം. മെയിൻ പ്രൂണിങ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ എപ്പോഴും ഒരു ഗോബ്ലെറ്റ് ഷേപ്പിലാണ് ഇതിപ്പോൾ ട്രെയിൻ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ട്രീ ഒരിക്കലും അകത്തേക്ക് പോകാൻ സമ്മതിക്കരുത്. നമ്മൾ ഇതെപ്പോഴും പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ട്രീയുടെ അകത്തേക്ക് വരുന്ന ബ്രാഞ്ചസിനെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യാനായിട്ട് നമുക്ക് 3 സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ ചെറിയ കമ്പുകൾ മുറിക്കാനായിട്ട് ഇതിന് പെയർ ഓഫ് സെക്കറ്റീസ് എന്നാണ് പറയുന്നത്. പിന്നെ ഇച്ചിരിയുടെ വലിയ കമ്പാണെങ്കിൽ ലോപ്പർ എന്ന് പറയും. ലോപ്പർ എന്ന് പറയുന്ന സാധനമാണ്. ഇനി അതിനും വലിയ കമ്പാണെങ്കിൽ നമുക്കൊരു പ്രൂണിങ് സോ തന്നെ വേണ്ടി വരും. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്രയും താമസിച്ച് നമ്മൾ വിടരുത്. അതിന് മുമ്പ് നമ്മൾ ട്രീ നമ്മുടെ ഒരു കൺട്രോളിലായിരിക്കണം. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇനി ഈ ഡെഡ്, ഡാമേജ്, ഡിസീസ്ഡ് ആയിട്ടുള്ള എല്ലാ കമ്പുകളും മാറ്റി ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന കമ്പുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രൂൺ ചെയ്ത് മാറ്റും. സോ നമ്മൾ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ട്രീയുടെ അകം ഫുള്ളി ഓപ്പണപ്പ് ആയിരിക്കണം. അങ്ങനെ ഓപ്പണപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വെയിൽ ഇതിനകത്തേക്ക് വരികയും അപ്പോൾ നമ്മുടെ ട്രീകളെല്ലാം പഴുത്ത് കിട്ടുകയും ചെയ്യും. നമുക്ക് അധികം ഹൈറ്റ് വേണ്ട, നമുക്കൊരു 7 അടി ഹൈറ്റ്, അതിൽ കൂടുതൽ നമുക്ക് ആവശ്യമില്ല. പിന്നെ നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഇതിനെ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഔട്ട്വേർഡ് ഫേസിങ് ബഡ്, ഇത് പുറത്തേക്ക് പോകുന്ന ബഡാണ്. ഇത് ഇൻവേർഡ് ഫേസിങ് ബഡാണ്. കണ്ടോ? നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രീ ഇങ്ങോട്ട് പോകും. നമ്മുടെ ഉദ്ദേശം ഔട്ട്വേർഡ് ഫേസിങ് ആയിട്ടുള്ള ബഡിലാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മളിവിടെ കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത ഷൂട്ട് വരുന്നത് ഇവിടുന്ന് പുറത്തേക്ക് പോകും. നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്താൽ ഇത് ഇങ്ങോട്ട് പോകും. നമ്മുടെ ഉദ്ദേശം എപ്പോഴും പുറത്തേക്ക് തന്നെ വരണം. അപ്പോൾ നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വശത്തെ ബ്രാഞ്ച് ഇവിടുന്ന് അങ്ങോട്ട് പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രൂണിങ്ങിൽ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യം. ഇനി നമുക്ക് ക്രോസിങ് ബ്രാഞ്ചസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഈ ട്രീയുടെ അകത്തേക്ക് പോകുന്നതൊക്കെ ഇങ്ങനെ വെട്ടി മാറ്റുകയാണ്. ഇനി ക്രോസിങ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷനിൽ 2 ബ്രാഞ്ച് കടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ഇതുണ്ട്. ഇതിപ്പം 2 ഒരേ ഡയറക്ഷനിൽ പോകുന്ന ബ്രാഞ്ചുകളാണ്. ഇത് രണ്ടും കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേനും റബ്ബായി, പിന്നെ കാറ്റിലിങ്ങനെ ഉരഞ്ഞ് ഇത് 2ഉം ഡാമേജ് ആവും. അപ്പോൾ നമുക്ക് ഒരേ ഡയറക്ഷനിൽ 2 വേണ്ട, 1 മതി. അപ്പോൾ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് മാറ്റി ഇതായിരിക്കും അടുത്ത ലീഡിങ് ബ്രാഞ്ച്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കളയും. ഇത് നമുക്ക് ആവശ്യമില്ല. സോ നമ്മൾ എപ്പോഴും ട്രീ നമ്മൾ ഒരു കോമ്പാക്റ്റ് ഷേപ്പിൽ ചെറിയ രീതിയിൽ, അത് നമുക്ക് ഇതിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലും ഭാഗം ഓപ്പണാക്കി വെക്കുക. അകത്തേക്കുള്ള ട്രീകളൊന്നും ബ്രാഞ്ചസ് ഒന്നും വേണ്ടി വരികയില്ല. അതെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റും. പ്രൂണിങ്ങിൽ നമ്മൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, കടാന്ന് വെട്ടി വിട്ടോളാം.
പക്ഷെ നമ്മൾ ആ ബഡ് നോക്കണം കേട്ടോ. നിങ്ങൾ ഏത് ഡയറക്ഷനിലേക്കാണ് അടുത്ത വർഷം കായ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ബ്രാഞ്ച് ഉണ്ടാകാതെ ആ ഡയറക്ഷനിലാണ് നമ്മൾ ഇത് വെട്ടിവിടാനായിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്ലമ്മുകൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ പ്ലമ്മുകൾ 2ാം വർഷം ഉണ്ടാകുന്ന ബ്രാഞ്ചിലാണ് കായ ഉണ്ടാകുന്നത്. ഇതൊരു ജാപ്പനീസ് പ്ലമ്മാണ്. ഇപ്പോൾ ജാപ്പനീസ് പ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം ഉണ്ടായി, അതായത് ഇപ്പോൾ ഈ കാണുന്ന ബ്രാഞ്ചിലെല്ലാം ഉണ്ടല്ലോ, ഈ ബ്രാഞ്ചിലെല്ലാം അടുത്ത വർഷം കായ ഉണ്ടാവും. യൂറോപ്യൻ പ്ലം ആണെങ്കിൽ അടുത്തതിൻ്റെ അടുത്ത വർഷം ഉണ്ടാവുള്ളൂ. 2 years ഓർ മോർ പ്രായമാവണം. ജാപ്പനീസ് പ്ലമ്മുകൾക്ക് 1 year പ്രായമായ കമ്പുകൾ. അപ്പോൾ പുതിയ കമ്പിലല്ല, ഇപ്പോൾ ഈ ഉണ്ടായി നിൽക്കുന്ന കമ്പുകളിലാണ് അടുത്ത വർഷം കായ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഒത്തിരി പ്രൂൺ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം കാ കുറയും. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം. അപ്പം ഇത് ഒരടിക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്, എങ്കിലും ഇത് നമ്മൾ പോകെ അത് മനസ്സിലാക്കിക്കോളൂ. നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേ ബേസിക്കലി നമ്മൾ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ബാലൻസ്, നമ്മൾ ഒരു സൈഡിൽ വെയിറ്റ് കൂടാൻ പാടില്ല, ഒരു സൈഡിൽ വെയിറ്റ് കുറഞ്ഞു ഇരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങോട്ട് വെയിറ്റ് കൂടിയ ഭാഗത്തേക്ക് ട്രീ അങ്ങോട്ട് ലീനാവും. അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിക്കണം. അങ്ങനെയാണ് പ്ലമ്മിൻ്റെ പ്രൂണിങ്.